ലാലേട്ടൻ്റെ കിരീടം ഒരാവശ്യമില്ലാത്ത റിലീസിങ്. എന്തിനു പറയണ, നാണക്കേടായി പോയി. ഇത്രയും വലിയ പ്രൊമോഷൻ, ഒരു പുതിയ സിനിമയ്ക്ക് വരുന്ന പ്രൊമോഷൻ കൊടുത്തിട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ കാണിയിട്ടും സിനിമാ തിയേറ്ററിൽ ഒരു മനുഷ്യൻ പോലും, ഈച്ചലടിക്കാൻ പോലും ഒരു മനുഷ്യൻ കയറിയില്ല എന്നാണ്. പല തിയേറ്ററിലും ഷോ തന്നെ ഇല്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്താണ്. ഒരു ഷോ പോലും കളിക്കാണ്ട് തിയേറ്റർ വെറുതെ അടച്ചിട്ട് വെക്കണം. എന്തിനാണ് ഈ റിലീസിങ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. 2 പടത്തിന് റിലീസിങ് ചെയ്തിട്ട് നല്ല കളക്ഷൻ കിട്ടി. ഒന്ന് ദേവദൂതൻ, ഒന്ന് മണിച്ചിത്രത്താഴ്. ഈ 2 പടം, ദേവദൂതൻ റിലീസിൽ തന്നെ പൊളിഞ്ഞ പടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, അത് രണ്ടാമത് റിലീസ് ചെയ്തപ്പോൾ നല്ല കളക്ഷൻ കിട്ടി. അവന് മണിച്ചിത്രത്താഴ്, അത് നമ്മൾക്ക് നല്ല ശബ്ദത്തിൽ കേൾക്കാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. ആ പടം വീണ്ടും വീണ്ടും കാണാൻ നമുക്ക് താല്പര്യമാണ്. അതെന്നും പുതുമയുള്ളൊരു സിനിമയാണ്. അത് 4K വന്നപ്പോൾ നമുക്ക് കാണാൻ താല്പര്യമായിട്ട് ആൾക്കാരെല്ലാവരും ആ പടത്തിന് പോയി എന്ന് വിചാരിച്ച് മോഹൻലാലിനെ നായകനാക്കി എടുത്ത കുറേ പടങ്ങളുണ്ട്. ആ പടങ്ങളുടെ നിർമ്മാതാക്കളുടെ തലയിൽ ലഡ്ഡു പൊട്ടി. എന്താണ്, ഇനി എല്ലാ പടങ്ങളും ഇതുപോലെ റിലീസിങ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർ രണ്ടാമത് റിലീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തുണ്ടായി, പെട്ടയെന്ന് പറഞ്ഞ് പൊട്ടൽ തുടങ്ങിയ സിനിമകൾ. സിനിമ കാണാൻ ആളില്ല. ഉദയനാണ് താരം. എല്ലാ വർക്കും കഴിഞ്ഞ് വെച്ചിരിക്കുക. റിലീസിൻ്റെ ഡേറ്റും കൊടുത്ത് റിലീസും ചെയ്തു. പക്ഷേ റിലീസിൻ്റെ അന്ന് വരെ ഒരു മനുഷ്യൻ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. അപ്പോൾ അതോടുകൂടി റിലീസിങ് നിർത്തിവെക്കുക ചെയ്തത്. എല്ലായിടത്തും വാൾ പോസ്റ്റ് പൊട്ടിച്ചതാണ്. രണ്ടാമതൊരു പടം റിലീസ് ചെയ്യുമ്പോൾ അതിന് 1 കോടി രൂപയോളം ചിലവുണ്ട്. ആ 1 കോടി രൂപ ചിലവാക്കിയിട്ട് തിയേറ്ററിൽ ഒരു മനുഷ്യൻ കയറിയില്ലെങ്കിൽ അപ്പോൾ വീണ്ടും ആ 1 കോടി രൂപ നഷ്ടപ്പെട്ടില്ലേ. മമ്മൂട്ടിയുടെ അമരം ഇതുപോലെ തന്നെ റിലീസ് ചെയ്തു രണ്ടാമത്. അതിന് 1000 രൂപ പോലും കേരളത്തിൽ നിന്ന് ഷെയർ കിട്ടിയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോണത്? ആ പടത്തിന് ഉണ്ടാകുന്ന ആ ഒരു ഇമേജ് അത് കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് റിലീസ് ചെയ്യുന്നതിലുള്ള ഗുണം നമുക്ക് കാണാൻ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സിനിമ അത് റിലീസ് ചെയ്തു, അത് കുറേ നാൾ TV കണ്ടു, കുറേ നാൾ യൂട്യൂബിൽ കണ്ടു, അങ്ങനെ പല മീഡിയയിൽ ഈ സാധനം കണ്ടിട്ട് പിന്നെ കുറച്ച് ശബ്ദം കൂടുതലുണ്ട്, കുറച്ച് ക്ലാരിറ്റി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലേക്ക് ആളെ വിളിച്ച ആൾ വരുമോ? നമ്മൾ കണ്ട് ചടച്ച സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓരോ ഡയലോഗും എല്ലാവരും ഇപ്പോൾ കാണാപ്പാടം പറയും. അങ്ങനെയുള്ളൊരു സാധനം വീണ്ടും റിലീസ് ചെയ്ത് ഇതുപോലെ പ്രൊഡ്യൂസർമാരെ ഓരോ കോടിക്ക് മേലെ രൂപ കളയാനായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ തീരുമാനങ്ങൾ, പല പടങ്ങൾ ഇതുപോലെ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനങ്ങൾ പ്രൊഡ്യൂസർമാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നല്ലത്. ഞങ്ങൾക്ക് വേണ്ട. മോഹൻലാലിൻ്റെ ഹിറ്റടിച്ച പടമായാലും കുഴപ്പമില്ല, മമ്മൂട്ടിയുടെ ഹിറ്റടിച്ച പടമായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ ഹിറ്റടിച്ച പടങ്ങളായാലും കുഴപ്പമില്ല. ഇതുപോലെ വീണ്ടും തിയേറ്ററിൽ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ പോലെയൊന്നുമല്ല സിനിമ കാണാൻ ചെല്ലണമെങ്കിൽ. നമുക്ക് സിനിമ കാണാൻ ചെല്ലുമ്പോൾ നല്ല പൈസ ചിലവുണ്ട്. 100-150 രൂപ കൊടുക്കണം ചെറിയ ടിക്കറ്റ് കിട്ടണമെങ്കിൽ. പിന്നെ 250 ആ തിയേറ്ററിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പൈസ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാളോ 2 ആളോ 3 ആളോ സിനിമയ്ക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് മടുത്ത് ചടച്ച പടം എന്തിനാണ് ഈ കാണുന്നത്? കിരീടം നല്ല പടമാണ്, എന്നും നല്ല പടമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അത് രണ്ടാമതൊരു റിലീസ് ചെയ്തിട്ട് നമ്മളെ ആ പൊടി തട്ടിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഈ ഇത്രയും വലിയൊരു ശബ്ദ കോലാഹലം നമ്മുടെ മെമ്മറിക്ക് പറ്റിയതല്ല, നമ്മുടെ തലച്ചോറിന് പറ്റിയതല്ല. ഇത്രയും വലിയൊരു ശബ്ദം നമ്മൾ അന്ന് കണ്ട അതേ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ മനസ്സിലുണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ രണ്ടാമത് അത് റിലീസ് ചെയ്തിട്ട് ആ പടത്തിനെ കൊല്ലുക ചെയ്തത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസിക് പടങ്ങൾ എടുത്ത് നിങ്ങൾ ഇതുപോലെ റിലീസ് ചെയ്തിട്ട് ജനങ്ങൾ വരാണ്ട് പ്രൊഡ്യൂസർമാരെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. അവർ ഈ 1 കോടി രൂപയുടെ മേലെ ചിലവെന്ന് പറയുന്നത് നിസ്സാര തുകയല്ല. മമ്മൂട്ടിയുടെ എത്രയോ പടങ്ങളെടുത്തു. ഈ അമരം കൂടാണ്ട് വേറെ 2-3 പടങ്ങൾ വന്നു. ഒന്നും വാൾ പോസ്റ്റർ ഒട്ടിച്ചല്ലാണ്ട് തിയേറ്ററിലേക്ക് ഒരു പട്ടികുഞ്ഞ് പോലും കയറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു തമാശ നമ്മുടെ. അപ്പോൾ ഹിറ്റടിച്ച പടങ്ങളിലെ പ്രൊഡ്യൂസർമാർ ലഡ്ഡു പൊട്ടണ്ട. നിങ്ങൾക്ക് ലഡ്ഡു പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും വലിയ പൊട്ട് നിങ്ങൾക്ക് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി റിലീസിങ് ഞങ്ങൾക്ക് ആവശ്യമില്ല, നിർത്തിക്കോ.